ബി.ജെ.പി നേതാവ് വി രാജേഷിനെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലെ മതിലിലും പരിസരത്തും പോസ്റ്റർ പതിച്ചത് വൻ വിവാദമായിരുന്നു. എന്നാൽ അതിപ്പോൾ ബി.ജെ.പി നേതാക്കന്മാർ തന്നെയാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ബി.ജെ.പിയുടെ തന്നെ 3 നേതാക്കന്മാരെ ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തു. മുതിർന്ന നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇടതുപക്ഷ പ്രവർത്തകരാണ് ഇത് ചെയ്തത് എന്ന പേരിൽ അന്ന് വൻ പ്രക്ഷോഭങ്ങളാണ് ബി.ജെ.പി നേതൃത്വം ഉണ്ടാക്കിയത്. മനഃപൂർവ്വം ബി.ജെ.പി നേതാക്കന്മാരെ കരിവാരി തേക്കാനും തമ്മിലടിപ്പിക്കാനും വേണ്ടി ഇടതുപക്ഷ പ്രവർത്തകരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പല ബി.ജെ.പി നേതാക്കന്മാരും രംഗത്ത് വന്നിരുന്നു. പരസ്പരം തോളിൽ കൈയിട്ട് നടക്കുന്നവർ തന്നെ കാലുവാരി നിലത്തടിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പലപ്പോഴും ഇത്തരത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർ ആരോപണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തലസ്ഥാന നഗരത്ത് തന്നെ നടന്ന ഈ സംഭവം ബി.ജെ.പി നേതൃത്വത്തിന് ആകെ നാണക്കേടുണ്ടാക്കുന്നതാണ്. നാഗേഷ്, മോഹൻ, അഭിജിത്ത് എന്നിവരെ മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാവിന്റെ അനുയായികളാണ് പിടിയിലായവർ എന്നാണ് ബി.ജെ.പി പറയുന്നത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റതിന് പിന്നാലെയായിരുന്നു വി രാജേഷിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലും വി രാജേഷിന്റെ വീടിന് മുന്നിലുമായിട്ടായിരുന്നു അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. തിരുവനന്തപുരം ബി.ജെ.പി നേതാവ് വി രാജേഷിനെതിരെ പോസ്റ്റർ ഒട്ടിച്ച സംഭവത്തിൽ ബി.ജെ.പി പ്രവർത്തകർ തന്നെ അറസ്റ്റിലായത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാവിന്റെ അനുയായികളാണ് ഇത് ചെയ്യുന്നതെന്ന് ബി.ജെ.പി നേതൃത്വം പറയുന്നെങ്കിലും ബി.ജെ.പിയിൽ തന്നെയുള്ള മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വന്നതിനോടുള്ള അമർഷം പുറപ്പെടുവിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ എന്നുള്ള ശക്തമായ ആരോപണങ്ങളും കേൾക്കുന്നുണ്ട്. രാജേഷ് സാമ്പത്തിക തട്ടിപ്പുകാരനാണെന്നും തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിനെ തോൽപ്പിക്കാൻ രാജേഷ് ശ്രമിച്ചുവെന്നുമാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇതിനെതിരെ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു. തുടർന്ന് വി രാജേഷ് ഇതിനെതിരെ പോലീസിൽ പരാതിയും നൽകി. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച ശേഷമാണ് 3 പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുരളീധര പക്ഷത്തിന്റെ എതിർപക്ഷത്തുള്ള 3 പേരാണ് അറസ്റ്റിലായത്. വലിയശാല മുൻ കൗൺസിലറുടെ മകനാണ് പിടിയിലായവരിൽ ഒരാൾ. കേരളത്തിലെ ബി.ജെ.പിക്കാരുടെ അവസ്ഥ തന്നെ ഇതാണ്. പാർട്ടിയിൽ ഇന്നൊന്ന് വേർപെട്ടാൽ അപ്പോൾ പരസ്പരം കാലുവാരിയും തമ്മിൽ തല്ലിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ. ഇങ്ങനെയുള്ളവരെ എന്ത് വിശ്വസിച്ചാണ് കേരളത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുക? എന്തൊക്കെയായിരുന്നു പ്രഹസനങ്ങൾ? കേരളത്തിലെ ഇടതുപക്ഷത്തെ താറടിച്ചു കാണിക്കാൻ വി രാജേഷിന്റെ ഈ പരാതി ഉപയോഗപ്പെടുത്തിയ ബി.ജെ.പി നേതാക്കന്മാരൊക്കെ ഇപ്പോൾ മാളത്തിൽ ഒളിച്ച അവസ്ഥയിലാണ്. ആർക്കും ഒരക്ഷരം പറയാനും നാവില്ല. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി അധ്യക്ഷനായി വന്നതിലുള്ള അമർഷം തീർക്കാനാണ് ചില നേതാക്കൾ ഇത്തരം ഗൂഢാലോചന നടത്തിയത് എന്നും പറയപ്പെടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായി വന്നതിൽ അന്നും ഇന്നും നേതൃത്വത്തിനുള്ളിൽ മുറുമുറുപ്പ് തുടരുകയാണ്. ബി.ജെ.പി അധ്യക്ഷനാവാൻ നോമ്പ് നോറ്റ് കുപ്പായം തുന്നിയിരുന്ന ഒരുപാട് പേർക്കിടയിലേക്കാണ് ഇതിലൊന്നും പെടാത്ത ഒരാളെ മോദി പ്രതിഷ്ഠിച്ചത്. കൂടെ നിൽക്കുന്നവർ ഏതു നിമിഷവും പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് എന്ന് ബി.ജെ.പിക്കാർ കുറഞ്ഞ പക്ഷം ഇനിയെങ്കിലും ഒന്ന് അറിഞ്ഞു വെച്ചാൽ കൊള്ളാം.